ഹായ് ഹലോ മച്ചന്മാരെ. എടാ ഞാനേ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, പണ്ട് മുതലേ കേൾക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ ദൈവം നമുക്ക് സ്ക്രീനിലിട്ട് കാണിച്ചു തരും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അന്നൊക്കെ നമുക്കത് പേടിയാണ് അത് കേൾക്കുമ്പോൾ. എണ്ണയിൽ തെറ്റ് പാപം ചെയ്തവരെ എണ്ണയിലിട്ട് വറക്കും, അങ്ങനെ ഇങ്ങനെ നല്ലവരെ സ്വർഗത്തിലും മറ്റത് അങ്ങനെ നരകത്തിലും കൊണ്ടുപോയി എണ്ണയിലിട്ട് വറുത്തെടുക്കും. അത് ഇത് അന്യ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ അതൊക്കെ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ സംഭവം ശരിയായിരിക്കും എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അറിവായ ശേഷം ഞാൻ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇതിനെ തർക്കിക്കാനും കുറേ ആൾക്കാരൊക്കെ വരും. ഞാൻ എൻ്റെ കാര്യം പറയുന്നതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്, ഇല്ല എന്നല്ല, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ശക്തിയുണ്ട്. പക്ഷേ അത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന കുറേ രൂപങ്ങളുണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറേ ദൈവങ്ങളുണ്ട്. നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കുറേ ദൈവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, പക്ഷെ നമ്മളിത് പണ്ട് മുതലേ കേട്ട് വന്നൊരു അന്ധവിശ്വാസം നിറഞ്ഞൊരു വിശ്വാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ ക്ഷേത്രത്തിലും പോവും, പള്ളിയിലും പോവും, മുസ്ലിം പള്ളിയിലും പോയിട്ടുണ്ട്. എല്ലായിടും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ട്, കുരിശുമല പോയിട്ടുണ്ട്, ശബരിമല പോയിട്ടുണ്ട്, എല്ലായിടും ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമ്മളൊരു വിശ്വാസം. നമുക്കൊരു വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെയോ ഏതൊക്കെയോ ദൈവങ്ങൾ നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളൊക്കെ പോകുന്നുണ്ട്. ഇതെത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ നമ്മൾ ജീവിക്കുന്നത്. ഒരു കണക്കിന് നമ്മളീ കാണുന്നതല്ല സത്യത്തിൽ ദൈവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ദൈവം എന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മഹത്വപ്പെട്ട ഒരാളിനെ ആ പേര് കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ അതാണ് ദൈവം എന്ന് വന്നേന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ദൈവം എന്നതിന് ഉള്ള അർത്ഥം എന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം, ഒരു ഭയങ്കര ഒരു വിശ്വാസമുള്ളൊരു വ്യക്തിയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞ ഒരാൾ പറഞ്ഞ കെട്ടുകഥ എന്ന് വേണമെങ്കിലും പറയാം. അതിനെയൊക്കെ നമ്മളിന്നും പൊടി തട്ടി വിശ്വസിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളൊന്നുമല്ല, അത് ഉറപ്പാണ്. നമ്മളിന്ന് ഫോട്ടോയിലും കാണുന്നതും അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളും പല പള്ളികളിലും കാണുന്നത് അതൊന്നുമല്ല സത്യം. എനിക്ക് നല്ല എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മളതിനെ പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? ഞാനും പ്രാർത്ഥിക്കും. പക്ഷെ നമ്മളെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ആൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക, ആരും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? നെഗറ്റീവ് പവറുണ്ട്, പോസിറ്റീവ് പവറുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് പവറിനെ ആരും കണ്ടിട്ടില്ല, പോസിറ്റീവ് പവറിനെ ആരും കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ദൈവം എന്ന് പറയുന്നൊരു വ്യക്തി എന്നുവെച്ചാൽ ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മളെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മളൊരു ആപത്തിൽ നമ്മളെ രക്ഷിക്കാനും നമുക്കൊരു അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നൊരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ നല്ല പോലെ കെയർ ചെയ്യുന്നൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം നമ്മളെ നെഗറ്റീവ് പവറിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും എല്ലാത്തിനും ഒരു പവറുള്ളൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നിറഞ്ഞു കിടക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ രക്ഷിക്കാനും സംരക്ഷിക്കാനായിട്ടൊരു ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ രൂപങ്ങളൊന്നും അല്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പക്ഷെ നമ്മൾ അവരെ കണ്ടാൽ ഇപ്പോഴും പ്രാർത്ഥിക്കും. എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കണം ഇവിടെ സംസാരിച്ചപ്പം. വല്ലതും കയറിയിട്ട് വരുമുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിനെ നമ്മളതിനെ എന്തിനു പറയാനാ, നിരസിക്കരുത്. നമ്മളിന്നും ആ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നത് അത് നമ്മളൊരു വിശ്വാസമാണ്. എന്നാലും ഇന്ന് ഞാൻ ഈ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു പള്ളി കണ്ടാൽ പ്രാർത്ഥിക്കും, ക്ഷേത്രം കണ്ടാൽ പ്രാർത്ഥിക്കും, മുസ്ലിം ക്ഷേത്രം പള്ളി കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമ്മളെന്ന് പറയാം, അതൊക്കെ നമ്മൾ പണ്ട് മൂലം വിശ്വസിച്ച് എന്താണ് ഇത് പേടിപ്പിക്കാതെ ഞാൻ തന്നെ പേടിച്ചു. ഒരു പൂച്ച ഓടി, അവിടെ നിന്നൊരു പൂച്ച പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ എന്തോ കണ്ട് ഓടി. അതാ എൻ്റെ ബാക്കിൽ വന്നിരിക്കണം. വേണ്ട പൂച്ച പേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലതും വരുന്ന ഞാൻ ഇന്നും നില്ലൊരു സെക്കൻഡ്, ഒരു കോള് വന്ന്